ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തി ദോശയാണ് കേട്ടോ. ദോശയുടെ ഉള്ളിൽ തന്നെ ചമ്മന്തിയും കൂടെ ഉള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് യോഗട്ട് ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ കറി ഇല്ലാതെയും കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. ദോശ റെഡിയാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചമ്മന്തി റെഡിയാക്കലാണ്. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അരമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സവോളയുടെ ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 8 or 10 ചെറിയ ഉള്ളി ഇട്ടാൽ മതി. പിന്നെ ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പച്ചമുളക് മതി എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ഉണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, നമുക്ക് അതും കൂടെ ഇട്ടിട്ട് തേങ്ങയിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചമ്മന്തിയുടെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചമ്മന്തി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. വെജിറ്റബിൾസ് ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾസ് മക്കൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇടുന്നൊന്നുമില്ല. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കും 1/4 കപ്പ് ക്യാരറ്റും കൂടെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചമ്മന്തി ആക്കുന്നത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്താൽ മതി, ചെറിയ ജാർ എടുക്കണ്ട. അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ക്യാരറ്റും 1/4 കപ്പ് വീതം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇടുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് വിപ്പ് ചെയ്തിട്ട് ചമ്മന്തിയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് മൊത്തം ഒരു 5 or 6 കപ്പ് വെള്ളം വേണ്ടി വരും. നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. 5 or 6 കപ്പ് വെള്ളം വേണ്ടി വരുമെന്ന് പറയാൻ കാരണം ഈ ദോശയുടെ ബാറ്റർ നല്ല ലൂസായിട്ടാണ് വേണ്ടത്. നീർദോശയുടെ ഒക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തിരിയുടെ ഒക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നെ 2 കപ്പ് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. അല്ലാതെ വല്ലാണ്ട് നൈസാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നുമല്ല, ഒന്ന് മിക്സായി കിട്ടാൻ മാത്രമാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 3-4 സെക്കൻഡ് ഒന്ന് ഓണാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് ചമ്മന്തിയുടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരു 2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 5 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് രണ്ടും കൂടെ മിക്സ് ആയിക്കോളും. ഇനി ഇതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പും വെള്ളവും ലൂസും എല്ലാം കറക്റ്റാണ്. ലൂസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1-2 കയ്യിൽ ദോശയുടെ മാവ് എടുത്തിട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വലിയ ചട്ടിയല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതാവുമ്പോൾ കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ അത്ര വലുതല്ല. എല്ലാ ഭാഗത്തും നമ്മൾ മാവ് കവർ ചെയ്ത് കൊടുക്കുക, എന്നാലാണ് ഒരേ ഷേപ്പിൽ നമുക്ക് ദോശ കിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വയ്ക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ പോലെ ആവും, പക്ഷെ വേവില്ല. ഇതിപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പ് തുറന്ന് വയ്ക്കുക. തുറന്ന് വെച്ച ശേഷം നമുക്ക് അപ്പം തന്നെ തിരിച്ചിടരുത് കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ട് പോരണം. വിട്ട് പോരുന്ന ടൈമിൽ നമുക്ക് ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റും ക്യാപ്സിക്കും ചതച്ച മുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ദോശ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഈ ഭാഗം കൂടെ ഒന്ന് മുരിയുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് മുഴുവൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം.
ഒരുപാട് മുരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദോശയുടെ ആ മഞ്ഞ കളർ അങ്ങോട്ട് മാറിപ്പോവുള്ളൂ. അപ്പോൾ ഒരുപാട് മുരിയാണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ചമ്മന്തി മാത്രം മതിയെങ്കിൽ നിങ്ങൾ ചമ്മന്തി മാത്രം ഇട്ടാൽ മതി. വെജിറ്റബിൾസ് വേണമെന്നില്ല. വെജിറ്റബിൾസും കൂടെ വേണമെന്നുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.